അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മറുപടിയുമായി ഇറാൻ സൈന്യം. കഴിഞ്ഞ ദിവസം സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ എണ്ണ കപ്പലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു ഇറാൻ സൈന്യത്തിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന എല്ലാ കപ്പലുകൾക്കും സുരക്ഷ ഏർപ്പെടുത്തുമെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തന്റെ സൈന്യത്തിന് ഉത്തരവ് നൽകിയെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതിന് മണിക്കൂറുകൾ ശേഷമാണ് ഇറാന്റെ സൈന്യം അമേരിക്കയുടെ തന്നെ എണ്ണ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണം നടന്നതും സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചു എന്ന അമേരിക്കയുടെ വാർത്തകൾ പച്ചക്കള്ളമാണെന്ന് ഇറാൻ സൈന്യം പ്രവൃത്തിയിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഇത് അൽ ജസീറ ആണ്. അൽ ഹാർസ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ പൂർണ്ണമായ ആധിപത്യം ഞങ്ങൾക്കാണ് എന്ന് ഇറാൻ സൈന്യം ഉറപ്പിച്ചു പറയുന്നതോടൊപ്പം അമേരിക്കയുടെ എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 28 ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന് ഇറാന്റെ സൈന്യം അവകാശപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കൻ കപ്പലിന് നേരെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് അനിവാര്യമായ ഘട്ടങ്ങളിൽ എണ്ണ കപ്പലുകൾക്ക് സഹായം നൽകൽ ആരംഭിച്ചു എന്ന കാര്യം ട്രംപ് ഔദ്യോഗികമായി പ്രസ്താവന ഇറക്കിയതിനു ശേഷമാണ് അമേരിക്കയുടെ തന്നെ കപ്പലിന് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഖത്തറും അതുപോലെ കുവൈത്തും എല്ലാം എണ്ണ ഉൽപാദനങ്ങൾ അവരുടെ എണ്ണ റിഫൈനറികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണകൾ കൊണ്ടുപോകാൻ ഇടമില്ലാത്തത് കൊണ്ടാണ് അത്തരം ഒരു കാര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മാത്രമല്ല എണ്ണയുടെ സ്റ്റോറേജുകൾക്ക് നേരെ ഇറാന്റെ ഡ്രോണുകൾ വന്ന് പതിക്കുന്നത് കാരണം അതും വലിയ നഷ്ടത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തനം അടച്ചിട്ടിരിക്കുന്നു എന്ന വാർത്തയും വരികയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ തുടങ്ങിവെച്ച യുദ്ധം അമേരിക്കക്കും ഇസ്രയേലിന്റെയും തലയിൽ തന്നെ വീഴുന്നു എന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം അമേരിക്കയുടെ 2 വിമാനങ്ങൾ തകർന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വരുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ ഇറാഖ് ഗവൺമെന്റ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബസറ പോലീസ് കമാൻഡ് confirms to Al Jazeera that an American fighter jet crashed in Iraq. ഇറാഖിൽ വിമാനം തകർന്നു വീണു എന്ന കാര്യം ഇറാഖിലെ ബസറ പോലീസ് അൽ ജസീറ ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് കുവൈത്തിൽ മറ്റൊരു അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നതായിട്ടുള്ള മറ്റു റിപ്പോർട്ടുകളും വരുന്നു. യഥാർത്ഥത്തിൽ ഈ തകരുന്ന യുദ്ധവിമാനങ്ങളെല്ലാം ഇറാന്റെ ബോർഡറുകളിലാണ് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും പല ആക്രമണങ്ങളും അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത് ഇറാൻ ബോർഡറുകളിൽ വെച്ചാണ് എന്നാണ്. മാത്രമല്ല ഇത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും സജീവമായ പ്രവർത്തനത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് അമേരിക്കയുടെ MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഏകദേശം $30 മില്യൺ അധികം വരുന്ന നിരീക്ഷണ ആക്രമണ ഡ്രോൺ തകർന്നതായി ഇറാൻ മേഖലയിൽ തകർന്നതായി ഇന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. എന്തായിരുന്നാലും ഈ യുദ്ധം ലോകത്തിന് മുഴുവൻ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.